ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സജികുമാർ. ഞാൻ കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ മകൻ, ഇളയ മകൻ അഭിനന്ദ് KS. ഇതെൻ്റെ ഭാര്യ സൗമ്യ PV. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 7/2/2024 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ മകന് ജനറ്റിക്കൽ കൊറോണിയ എന്നൊരു അസുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ആ അസുഖം മുഖാന്തരമാണ് ഞാൻ ഇവിടെ വരുവാനും ഇവിടെ ഈ ഉടമ്പടിയിലേക്ക് വരുവാനും ഉണ്ടായ കാരണം. ഉടമ്പടിക്ക് വരാനുള്ളത് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അസുഖം കണ്ടിട്ട് മാതമംഗലം സ്കൂളിലെ ഒരു അധ്യാപകരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യന്നൂർ BRCയിലെ ഒരു സരോജിനി എന്ന് പറഞ്ഞ അവർ പത്രം കൊടുത്തയച്ചു. അതുപോലെ തന്നെ അവരെനിക്ക് വാട്സപ്പിൽ പ്രാർത്ഥനയെല്ലാം അയച്ചു തന്നു. അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ കൃപാസനത്തിലേക്ക് വന്നത്. കൃപാസനത്തിൽ വരാൻ വേറൊരു കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് ചികിത്സ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അസുഖം കൂടിക്കൂടി വരുന്നൊരു അസുഖമാണ് ഈ ജനറ്റിക്കൽ കൊറോണിയ എന്ന് പറയുന്ന അസുഖം. ഞാൻ ചെല്ലുമ്പോൾ ഇവൻ്റെ കാലിങ്ങനെ വിറച്ചിട്ട് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ ഇവൻ്റെ കാലിങ്ങനെ തിരുമിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കറിയാം ഇവൻ കിടപ്പിലേക്ക് പോകുന്നൊരു അസുഖമാണ് എന്ന് എന്നോട് പരിയാരത്തുള്ള ഡോക്ടർമാർ പറഞ്ഞായിരുന്നു. അതേപോലെ മിംസ് ഹോസ്പിറ്റൽ കണ്ണൂർ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാർ അവിടുന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഓപ്പറേഷൻ വേണം, അത് ചെയ്താലും അത്ര വിജയം പറഞ്ഞില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുകയില്ലാത്തൊരു അസുഖമാണ്. ആദ്യം എഴുതുകയും സാധാരണ കുട്ടികളെ പോലെ ഓടുകയും ചാടുകയും കളിക്കുകയും എല്ലാം ചെയ്തിരുന്ന കുട്ടിയായിരുന്നു. അവിടുന്ന് കൂടിക്കൂടി വന്നിട്ടാണ് ഇപ്പോൾ ഭക്ഷണം വാരി കൊടുക്കേണ്ട അവസ്ഥയാണെന്നുള്ളത്. കാലും നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകുന്നൊരു കണ്ടീഷനിലെത്തി. ചികിത്സ ചെയ്തിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ലാസ്റ്റ് പിടിവള്ളി പോലെ ഞാൻ കൃപാസനത്തെ പറ്റി അറിയുകയും ഞാൻ ഈ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാനിവിടെ എനിക്ക് വരാൻ സാധിക്കുകയും ചെയ്തത്. ആ വരവ് എൻ്റെ ജീവിതം മൊത്തം മാറ്റിമറിക്കാനിടയായി. ഞാൻ വരുന്നതിൻ്റെ തലേന്ന് തന്നെ അത്യാവശ്യം മദ്യമെല്ലാം കഴിച്ചിട്ട് ബാക്കി മദ്യം എടുത്ത് വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത്. ചെന്നിട്ട് കഴിക്കണമല്ലോ. എൻ്റെ ഭാര്യയെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാം. എനിക്കിങ്ങനെ സാധാരണ പോലെ ഞാൻ പൈസ വെച്ച് ചീട്ട് കളിക്കാൻ പോകുന്നൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ പണിക്കെല്ലാം പോവും, എന്നാലും ഇതും പോവും. ഈ മദ്യം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ആ മാതാവിനെ എടുത്ത് അവിടുന്ന് ഈ ആൾത്താരയിലേക്ക് വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ലാത്ത അവസ്ഥ. എൻ്റെ എല്ലാ പാവം തീർന്ന പോലെ അവസ്ഥയിലേക്ക് ഞാൻ മാറി വന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നിട്ട് എൻ്റെ ഈ മദ്യം എടുത്ത് ഞാൻ മറിച്ച് കളയുക മാത്രമല്ല, ഈ ചീട്ടുകളി അതിനുശേഷം ഇന്ന് ഈ നേരം വരെ ഞാൻ ചീട്ടുകളി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടു. എനിക്കത് എൻ്റെ മെമ്മറിയിൽ നിന്ന് ഈ സംഭവം പോയ അവസ്ഥയിലേക്ക് എനിക്ക് മാതാവ് എന്നെ അത്രമാത്രം എന്നെ ഉയർത്തി തന്നു. പിന്നെ പറയേണ്ട കാരണം വെച്ചാൽ ഇവൻ ഈ അസുഖം കൂടിക്കൂടി വന്ന അവസ്ഥയിൽ രണ്ടാമത്തെ പ്രാവശ്യം പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇവനെ തലയിൽ കൈവച്ച് ബ്ലെസ് ചെയ്തായിരുന്നു. ബ്ലെസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ ഈ കാലിലെ വിറയിൽ പൂർണ്ണമായി നിന്നൊരവസ്ഥയിലേക്ക് പരിശുദ്ധ മാതാവ് എന്നെ അനുഗ്രഹിച്ചു, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ ഇവൻ്റെ ഈ ഭക്ഷണം കഴിക്കാൻ വാരി കൊടുക്കേണ്ട അവസ്ഥ ഓൾറെഡി ഉണ്ട്. അതേപോലെ തന്നെയാണ് എൻ്റെ വൈഫിന് സൈക്കാട്രി ഗുളിക വരുന്ന സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഒന്നിച്ചാണ് ഇവിടെ ആൾത്താരിലേക്ക് ഞങ്ങളെല്ലാം വന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മാതാവേ, ഞാൻ 6-7 ഗുളിക കഴിക്കുന്നുണ്ട് ദിവസം, എന്നെ ഈ ഗുളിക തീറ്റി എന്നെ അമ്മ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ ഇരുന്നു. ഞാൻ ഉടമ്പടിയിലെടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന വീട്ടിൽ പോയി. ഇവിടെ അന്ന് ചെന്ന പിറ്റേ ദിവസം വലിയ ഗുളിക മൊത്തം എടുത്ത് സൈഡിലേക്ക് വെച്ചു. ഗുളിക കഴിച്ചിട്ടില്ല, ഞാൻ അറിയുന്നുണ്ടായില്ല. അതായത് 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ ഗുളിക മൊത്തം അവിടെ ഇരിക്കും. ഞാൻ കൃത്യമായി മാസം തോറും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഇവിടെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഗുളിക എല്ലാം അവിടെ തന്നെ ഇരിക്കുന്നു. ഞാൻ പേടിച്ചു. പക്ഷേ ഇവൾക്ക് വിഷമൊന്നുമില്ല, എല്ലാ അസുഖം സാധാരണ പോലെ നല്ല നീറ്റ്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പ്രസ്ഥാനാന്തരം മുഖാന്തരമുണ്ടായ ഇതന്ന് ഷോക്ക് മുഖാന്തരം ഉണ്ടായിട്ടാണ് ഈ അസുഖം വന്നത്. അതൊരു കോഴ്സ് കഴിഞ്ഞാൽ കുറയുമ്പോൾ ഡോക്ടർ കണ്ടിന്യൂട്ട് കുറേ കഴിക്കണം എന്ന് പറഞ്ഞ ഗുളികയാണ്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവൾ അന്ന് തൊട്ട് നിർത്തിയ ഗുളിക ഇന്ന് വരെ കഴിക്കേണ്ടി വന്നിട്ടേയില്ല. ഡോക്ടർ പറഞ്ഞു ആ നിർത്തി അവിടെ തന്നെ നിന്നോട്ടെ, ഇനി കഴിക്കുകയും വേണ്ടെന്ന്. അങ്ങനെ പരിശുദ്ധ മാതാവ് യേശു ക്രിസ്തു എന്നെ ആ രീതിയിൽ എൻ്റെ കുടുംബത്തെ ഏറ്റവും വലിയ അനുഗ്രഹം തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ അവന് ഈ കാലും വിഷമമുണ്ടായിട്ടും ഇവന് ഈ ഭിന്നശേഷി വിഭാഗത്തിൽ കഴിഞ്ഞ കൊല്ലം സ്പോർട്സിൽ കൊച്ചിയിലേക്ക് കണ്ണൂർ ജില്ലാ ചാമ്പ്യനായിട്ട് സ്റ്റാൻഡിങ് ജമ്പിങ്ങിൽ പങ്കെടുത്തിട്ട് കണ്ണൂർ ജില്ലയിൽ 4ാം സ്ഥാനത്തിലേക്ക് എത്താൻ എൻ്റെ മോന് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ അഭിനന്ദനം കിട്ടിയ വർഷമായിരുന്നു അത് കഴിഞ്ഞ കൊല്ലം. വലിയ അനുഗ്രഹമായിരുന്നു. കാരണം അവനിത് കൊച്ചിയിലേക്ക്, അതായത് സംസ്ഥാനത്തേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിലെല്ലാവരും ഒരുപാട് ആൾക്കാർ വന്ന അഭിനന്ദനങ്ങൾ കൊടുത്ത് 23 മൊമെൻറ്റുകളോ ഇതിന് കിട്ടുകയും മെഡലുകൾ കിട്ടുകയല്ല ഇതിന് ചെയ്തായിരുന്നു.
അതേപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ സംസ്ഥാനത്തിലേക്ക് കിട്ടാൻ വേണ്ടി ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇവന് സാഹചര്യം കിട്ടുകയുണ്ടായി. കണ്ണൂർ ജില്ല ഒരുപാട് ഏരിയകൾ കളിച്ചിട്ട് കണ്ണൂർ ജില്ലയിലേക്ക് കളിക്കുക. കണ്ണൂർ ജില്ലയിൽ ഇവന് കളിക്കാൻ പോകുന്ന സമയത്ത് ഇവൻ്റെ കളി വളരെ മോശമായി. വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഇവൻ്റെ കീശയിലേക്ക് കാശ് രൂപം എടുത്ത് ഇടുകയുണ്ടായി. അവിടുന്ന് 3 ഗോൾ അടിച്ച ഇവന് കണ്ണൂർ ജില്ലാ ചാമ്പ്യനായിട്ട് ഇവൻ തിരഞ്ഞെടുത്തിട്ട് സംസ്ഥാനത്തേക്ക് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ വർഷം തിരുവനന്തപുരത്ത് എക്സ്ക്ലൂസീവ് ഇതിൽ പങ്കെടുക്കുകയും ഈ പത്രമെല്ലാം എല്ലാ പത്രത്തിലും ഇവനെക്കുറിച്ച് വന്ന വാർത്തയാണ്. ഈ സംസ്ഥാനമല്ല ലോകം മൊത്തം ഇവനെ അറിയേണ്ട ഈ പത്രം കണ്ടെടുത്ത് എല്ലാ പത്രങ്ങളിലും മനോരമ, മാതൃഭൂമി ഉൾപ്പെടെ എല്ലാ പത്രങ്ങളും ഇവനെക്കുറിച്ച് ഫ്രണ്ട് പേജിൽ തന്നെ 22-ാം തീയതി വന്ന വാർത്തയാണ് ഇത്. അങ്ങനെ ഇവന് പരിശുദ്ധാത്മാവിന് ശക്തി നിറച്ച് ഇവനെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിനെ ഇവനെ അത്രമാത്രം സ്നേഹിക്കുകയും ആ കാശ് രൂപം ഉപയോഗിച്ചാണ് ഇവൻ ഇറങ്ങുകയും ചെയ്തത്. അവന് നല്ല രീതിയിൽ കളി പെർഫോമൻസ് വെക്കാൻ പറ്റുകയും അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഈശ്വര ശക്തിയാൽ ഇവനെ ഉയർത്തപ്പെടുകയും എല്ലാവരാലും ഉയർത്തപ്പെടുകയും ചെയ്ത അവസ്ഥ നമ്മൾ ആനന്ദം അറിയാൻ ഇടയായി. അതേപോലെ തന്നെ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിലൊരു തെങ്ങുണ്ട്. അങ്ങനെ നശിച്ചു പോലൊരു തെങ്ങായിരുന്നു. 6 വർഷമായ തെങ്ങ. അത് കൂമ്പ് ഇങ്ങനെ അഴുകിപ്പോയിട്ട് വലിച്ചൂരി കളയും ചെയ്തായിരുന്നു. എന്നിട്ട് ഞാനത് മുറിക്കാൻ വേണ്ടി മിഷ്യമാൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസപ്രമാണം ജോലിയായിട്ട് ഞാൻ ഉപ്പ് കൊണ്ട് ഇതിൻ്റെ കവളിലിട്ടു. കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് പിന്നെ അനക്കമൊന്നുമില്ല. ഞാനത് പോയെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മാസത്തേക്ക് എനിക്ക് അടുത്ത് പോകാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് 2-3 ദിവസം പോയി നോക്കുമ്പോൾ ഈ സംഭവം കൂമ്പെടുത്ത് നല്ല രീതിയിൽ ആയി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ, ചെറുതൊന്നുമല്ല, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ വളരെ സന്തോഷവും സമാധാനം നിലനിന്ന് പോകുന്നുണ്ട്. മൂത്ത മകന് ജോലി കിട്ടിയ കാര്യം കിട്ടിയിട്ടുണ്ട്. അത് അച്ഛൻ ആൾക്കാരെ പറഞ്ഞ ഒരു വാക്ക് കൃത്യമായിട്ട് എൻ്റെ മകൻ്റെ കാര്യമായിരുന്നു. അതേപോലെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. അത് എസ്സിൽ തുടങ്ങുന്ന ഒരാൾ സാക്ഷ്യം പറയുമെന്ന് അച്ഛൻ പറയുന്നുണ്ടെന്ന്. എൻ്റെ പേര് സജികുമാർ എന്നാണ്. അത് അച്ഛൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ അത് കൃത്യമായി കിട്ടി. അത് അച്ഛൻ ഇവിടെ രോഗിൽ പറഞ്ഞാൽ ഞാൻ കേട്ടതായിരുന്നു. അത് കൃത്യമായിട്ട് ആ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ ദിവസവും പ്രാർത്ഥന ഞാൻ ടോക്കുകൾ കേൾക്കുകയും പ്രാർത്ഥന കൃത്യമായിട്ട് ഞാൻ 10-13 ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യും. കിട്ടുന്ന പത്രങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രികളിൽ തന്നെ കിട്ടേണ്ട അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പത്രം കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുക. ഓരോ ദിവസവും ഈ പത്രം തീരുമ്പോൾ ഒരാളെ പോയിരിക്കും. പെട്ടെന്ന് കൊടുത്തു തീർക്കുമല്ലോ ചെയ്യുക. വിശ്വാസപ്രമാണമെല്ലാം ചൊല്ലി അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അന്വേഷിച്ച് എൻ്റെ ജീവാനുഭവങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കുക. അങ്ങനെ തന്നെ 6 ആളോളം ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ഇന്ന് അതേപോലെ തന്നെ വീടിന് അലുക്കത്തൊരു ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി വരാൻ കാരണം അവരുടെ ചേച്ചിയുടെ അനിയത്തിലെ മകൾക്ക് മഞ്ഞപ്പിത്തം, ഈ ചെള്ളുപനി, കുറേ അസുഖങ്ങളുടെ വന്നിട്ട് അവർ അഡ്മിറ്റായിരുന്നു. ഞാൻ ഈ ഉപ്പ് കൊണ്ടുപോയി കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർക്കാനും മിർക്കിളായിപ്പോയി. ഡോക്ടർ വെച്ച് ഇത് എങ്ങനെ മാറിയെന്നാണ് ചോദിച്ചത്. ആ മഞ്ഞപ്പിത്തം ഫുള്ളായിട്ട് പോവുകയും അവർക്ക് ഒരു കുഴപ്പമില്ല. അതിൽ വിശ്വാസം അവർ ഇന്ന് ഉടമ്പടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ആൾത്താറയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയ ഈ പരിശുദ്ധാത്മാവിനും ആയ ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞത് ഞാൻ വയ്യാത്തവർക്ക് പൊതിച്ചോറ് കൊടുക്കലുണ്ട്. പാവങ്ങളെ കണ്ടാൽ വിഷമമുള്ളവർ പറഞ്ഞൊക്കെല്ലാം ഞാൻ പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് പാവങ്ങൾക്കെല്ലാം ഞാനൊക്കെ ഓണം, വിഷുവൊക്കെ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കിറ്റുകൾ വാങ്ങിയിട്ട് ഞാനും എൻ്റെ കുടുംബം അടക്കം പോയിട്ട് കൃപാസന പത്രം അടക്കം വെച്ച് കൃപാസമാതാവ് തരുന്നതാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ഈ സംഭവം കൊടുക്കുക. പിന്നെ ആശുപത്രിയിൽ അസുഖങ്ങളെല്ലാം വന്ന ആൾക്കാരെ ഞാൻ എൻ്റെ വണ്ടി കൂട്ടി ഞാൻ കൊണ്ട് ഒരു പൈസ പോലും ഞാൻ മേടിക്കില്ല. സ്വന്തമായ വണ്ടിയാണ്. ആ വണ്ടി കൊണ്ട് ഞാൻ പോവുകയും അവിടെ കൂട്ടിരിക്കുകയും എല്ലാം ചെയ്ത് അത് പറയാൻ വേണ്ടി ഒരാൾക്കൊരു 10 പൈസയില്ല ഒരാൾക്ക് കൂട്ടിരിക്കാൻ പോയ സമയത്ത്, അതായത് എന്നെ ഇവിടത്തേക്ക് പറഞ്ഞിട്ട് കൂട്ടിരിക്കാൻ പോയ സമയത്ത് എൻ്റെ 5 പൈസ പോലില്ല. ഞാനിപ്പോൾ അവിടെ അവർക്ക് കൂട്ടിരിക്കാൻ പോയേ പറ്റുള്ളൂ. കാരണം അവരുടെ വീട്ടിലെ സാഹചര്യം ആരും വന്ന് ഇരിക്കാനുമില്ല. ഞാൻ രാവിലെ പോയി അവിടെ കൂട്ടിരുന്നു. ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത സമയത്ത് ഞാൻ അവിടെ ഉച്ചയ്ക്ക് കിടന്ന് വാങ്ങി പോകുമ്പോൾ 2-2ഉം 2-5ഉം ഇങ്ങനെ ഒരു ചുമല മഷി കാണുമ്പോൾ കട്ടയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് വിനായക മാതാവിൻ്റെ എന്തെല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഞാൻ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇന്ന് ഒരു 500 രൂപ ഉണ്ട് എടുത്തേക്കാൻ വിചാരിച്ചിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോഴത്തേക്കാണ് ഈ ലോട്ടറി ടിക്കറ്റ് കാണുന്നത് 2-2ഉം 2-5ഉം. ഞാൻ എടുത്ത് എന്തായാലും മാതാവിൻ്റെ രക്ഷപ്പുറത്തേക്ക് പോയതല്ലേ, മാതാവ് എന്നെ കാണിച്ചല്ലേ, ഇത് എടുത്തേക്കാൻ വിചാരിച്ചു. ഞാൻ ഇതെടുത്തു. 9 ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്ത് ഗീശ വെച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ മാതാവ് എനിക്ക് തന്നത് 45,000 രൂപയാണ്. അതായത് ഒരു പൈസ പോലും ഇല്ലാണ്ടിരുന്നിട്ട് ഞാൻ വിഷമിച്ച സമയത്ത്, അതോ മഴക്കാലവും എൻ്റെ ഒരു 10 പൈസയില്ല. ഞാൻ അവർക്ക് വണ്ടി എണ്ണ അടിച്ചാൽ ഇത്തിരി മാത്രമല്ല എൻ്റെ ഒന്നും ഉണ്ടായില്ല. അവർക്ക് ഭക്ഷണം മേടിച്ചെടുക്കാൻ പൈസ ഉണ്ട്. ഞാൻ തന്നെ മേടിച്ചെല്ലാം കൊടുത്തു.
എനിക്ക് മാതാവ് അങ്ങനെ ഒരുപാട് അനുഗ്രഹം, ചെറുതൊന്നുമല്ല, ഞാൻ വെളിപ്പുറത്ത് കിട്ടുന്ന പോലെ എനിക്ക് കിട്ടലുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ഥലം, എൻ്റെ വൈഫിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം ഞാൻ ഈ ഒരു 10-20 ദിവസമേ ഉള്ളൂ ഞാൻ അവിടെ പോയിട്ട് അത് വിൽക്കാതെ വേറെ മാർഗ്ഗമില്ല. അസുഖങ്ങളും കാര്യങ്ങളും കുറേ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പ് വെഞ്ചരിച്ച് ആ പറമ്പിൽ കൊണ്ടിട്ടു. ഇപ്പോൾ അത് എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് 10 ദിവസമേ ഉള്ളൂ. ആ സ്ഥലം അതിൻ്റെ പകുതി പൈസ തന്നിട്ട് അത് വിറ്റ് പോകാൻ ഇടയായി. അത് നേരത്തെ വസ്തുക്കൾ ഉപകാരം ആ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിന് വയ്യാത്ത ആൾക്കാർ എൻ്റെ വീട്ടിന് വെച്ച ഓടി ഞാൻ അവർക്ക് സംഭാവന അമ്മനെ വെറുതെ കൊണ്ട് കൊടുക്കുകയും അവർക്ക് വീട് പണിക്ക് വേണ്ടുന്ന 2 ദിവസം സേവന പ്രവർത്തനമായിട്ടും എല്ലാവർക്കും എന്ത് സേവന പ്രവർത്തനം വന്നാലും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ ഓടിപ്പോയി എന്നെക്കൊണ്ടാവുമ്പോൾ എല്ലാം ചെയ്യലുണ്ട്. ഇതേപോലെ അനുഗ്രഹം ചെയ്തു തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദി, 1000 കോടി നന്ദി. ഗലാത്യ 5:24-25 തിരുവചനങ്ങൾ. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. സജികുമാർ എന്ന ഈ സഹോദരൻ കൃപാസനം മരിയൻ ഉടമ്പടി എടുത്ത് കുടുംബത്തിലെ ഓരോരുത്തർക്കും ലഭിച്ച സവിശേഷമായ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ദൈവതിരുസന്നിധിയിൽ ജഡിക മോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. നാം അവിടെ തിരുനാളം കത്തിച്ച് ആദ്യത്തെ ഉടമ്പടിയുടെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ജഡമോഹങ്ങളെ, ബലഹീനമാക്കുന്ന ജീവിത രീതികളെ, വെറുത്തുപേക്ഷിക്കേണ്ട പാപങ്ങളെ, അതിൽ നാം തീരുമാനമെടുക്കുന്നു. ഈ ദിവസം മുതൽ 90 ദിവസം വരെയും എന്താണോ ഉടമ്പടി നമ്മളിൽ നിന്നും ആഗ്രഹിക്കുക ആ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ദൈവസ്നേഹത്തിലും ജീവിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. ആ തീരുമാനം തന്നെ ദൈവികമായ ഇടപെടലുകൾക്ക് കാരണമാകും. അതുകൊണ്ടാണ് 1 മാസമോ 1 വർഷമോ ഒന്നും പരിശ്രമിക്കേണ്ടി വരുന്നില്ല. ഉടമ്പടിയെടുത്ത് തിരികെ ചെല്ലുന്ന നിമിഷം മുതൽ ജീവിതത്തോട് ചേർത്തുണ്ടായിരുന്ന 2 വലിയ കുറവുകൾ, ബലഹീനതകൾ സഹോദരൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയത് സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ രോഗക്ലേശങ്ങളുണ്ട്. അതും കണ്ണീരോടുകൂടി മാത്രമാണ് ഇന്ന് കണ്ടിരുന്നത്. സഹോദരൻ പറയുന്നുണ്ട്, ഞാൻ മരുന്ന് മേടിച്ച് വെച്ചാൽ മതി, അവൾ തന്നെത്താനെ കടിക്കുമായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്ത് 2 മാസം കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം 1 ദിവസം പോലും അവൾ മരുന്ന് കഴിച്ചില്ല. എങ്കിൽ അവളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരേണ്ടതാണ്, ഒത്തിരി അസ്വസ്ഥമാവേണ്ടതാണ്. ഒരു പ്രശ്നവുമില്ലാതെ ശാന്തമായിട്ട് അവൾ ജീവിക്കുന്നത് ഞാൻ കാണുകയും ഡോക്ടറിൻ്റെ അരികിൽ കൊണ്ടുചെന്നപ്പോൾ ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ലാത്തത് കൊണ്ട് ഇനി മരുന്നൊന്നും കഴിക്കേണ്ടതില്ലെന്ന് അത് ഡോക്ടർ തന്നെ കൺഫേം ചെയ്യുകയും ചെയ്യുന്നു. ഉടമ്പടിയിൽ നമ്മൾ 2 വള്ളത്തിൽ കാല് വെച്ചതുപോലെ പോകരുത്. ഒരു നിയോഗം ദൈവകരങ്ങളിൽ ദൈവശക്തിയാൽ അനുവദിച്ച് കിട്ടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് പൂർണ്ണമായും ദൈവത്തിൽ ശരണപ്പെടുവാനുള്ള എളിമയും സത്യസന്ധതയും നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് കൃത്യമായും ആ സഹോദരി ഉടമ്പടി എടുത്ത നാൾ മുതൽ എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ, ഈശോയുടെ ശക്തിയാൽ, തിരുരക്തത്തിൻ്റെ കൃപയാൽ എൻ്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്ന എല്ലാ തളർച്ചകളെയും താളഭംഗങ്ങളെയും മാറ്റിത്തരുവാൻ ഈശോയ്ക്ക് കഴിവുണ്ടെന്ന് ഉള്ളിൽ പൂർണ്ണമായി ബോധ്യപ്പെട്ട് വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ആ ശാരീരിക മാനസിക അസ്വസ്ഥതകളെ ഏൽപ്പിക്കുകയും അതിൽ പൂർണ്ണമായ സൗഖ്യം നേടി ആരോഗ്യത്തോടെ ഈ അൾത്താരയിൽ നിൽക്കുകയും ചെയ്യുന്നത്. 3ാമത് മകനെക്കുറിച്ചാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. ഏറെ പരിമിതികളുള്ള മകൻ, എന്നാൽ അമ്മ മാതാവ് കരം പിടിച്ച് നടത്തുകയും മകനെ സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സുകളിൽ നല്ല വിജയങ്ങൾ നൽകിക്കൊണ്ട്, സംസ്ഥാന തലത്തിൽ മികച്ച വിജയം നൽകിക്കൊണ്ട് എല്ലാവരും അഭിനന്ദിക്കുന്ന രീതിയിൽ, കുടുംബം തന്നെ കൂടുതൽ ഉയർത്തപ്പെടുന്ന രീതിയിൽ, മകൻ്റെ പരിമിതികളെ പോലും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ വലതുകരത്തിൻ്റെ സംരക്ഷണമുള്ള വിജയങ്ങൾ നൽകി അവനെ കാത്തതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ദൈവകരങ്ങളിലേക്ക് ജീവിത രീതികളെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള ദൈവവിളിയാണ്. പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരിക്കലും തിരുത്തുവാനാവില്ല, രക്ഷപ്പെടുവാനാവില്ല, ശരിയായി കിട്ടത്തില്ല എന്ന് കരുതുന്ന മേഖലകളിൽ പോലും ദൈവം സമയച്ചുരുക്കത്തിൽ ഇടപെട്ടുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ലക്ഷക്കണക്കിന് മക്കൾ അനുനിമിഷം ദൈവസന്നിധിയിലേക്ക് ഉടമ്പടിയെടുത്ത മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിൻ്റെ കൃപയാൽ ജോസഫ് അച്ഛൻ്റെ 39 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലൂടെ അച്ഛൻ നേടിയിട്ടുള്ള ആത്മീയ
സമയസിദ്ധികളിൽ ഈ ആലയത്തിലെത്തി പ്രാർത്ഥിച്ചു പോകുന്ന മക്കൾക്ക് വേണ്ടി അമ്മയോടും തിരുക്കുമാരനോടും നിരന്തരം സമർപ്പിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബലത്താൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയുമാണ്. അതുകൊണ്ട് ഈ കുടുംബം രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടിയത്, കടബാധ്യതകൾ മാറിപ്പോകുന്നത്, മകൻ്റെ പരിമിതികൾക്കിടയിലും ലോകം തിരിച്ചറിയും വിധം അവൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുന്നത് ഒക്കെ നന്ദിയായി അമ്മയുടെ തിരുസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ഓർക്കണമേ, നമുക്കും ഇത് സാധ്യമാണ്. ഈ അമ്മയുടെ അൾത്താരയിൽ നിന്നുകൊണ്ട് എത്ര തകർന്നവരാവട്ടെ, എത്ര ഇല്ലായ്മയിലുള്ളവരാവട്ടെ, എത്ര രോഗദുരിതത്തിലുള്ളവരാവട്ടെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ ഹൃദയപൂർവ്വം വിശ്വസിച്ചാൽ, നമ്മുടെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് ശരണപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുത്താൽ വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന അമ്മയുടെ സാന്നിധ്യത്തെയും സംരക്ഷണത്തെയും അനുഭവിക്കുവാനാവും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.